ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ റെസിപ്പി കർക്കിടക സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ് കേട്ടോ. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ, 1-2 കർക്കിടക റെസിപ്പി അല്ലെങ്കിൽ ഉലുവ ചേർത്തിട്ടുള്ള റെസിപ്പീസ് കൂടി ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയും ഉലുവ അടങ്ങിയിട്ടുള്ള റെസിപ്പിയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള കർക്കിടക മാസത്തിൽ നമ്മൾ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഈ ഒരു മരുന്നുണ്ട. അപ്പോൾ ഒത്തിരി ഔഷധ കൂട്ടുകൾ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഉണ്ട റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അത് ഉണ്ടയുടെ രൂപത്തിലായതുകൊണ്ടാണ് നമ്മളിതിനെ മരുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ വാതരോഗമുള്ളവർക്കൊക്കെ ബെസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കേണ്ടത് ദിവസം ഒരെണ്ണം മാത്രമാണ് കഴിക്കേണ്ടത് കേട്ടോ, കൂടുതലായിട്ട് കഴിക്കാൻ പാടില്ല. പിന്നെ ഈ നടുവേദന, പുറം വേദന, വയറുവേദന, കൈകാല് വേദനയൊക്കെ ഉണ്ടാവില്ല, അതിന് ജലദോഷം, തൊണ്ടവേദന, ഇതിനൊക്കെ ബെസ്റ്റാണ്. അപ്പോൾ എന്തായാലും കർക്കിടക മാസത്തിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കണേ. അപ്പോൾ നമുക്ക് എന്തായാലും റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇതിന് എടുത്തിട്ടുള്ളത് 1 കപ്പ് അരിയാണ് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് മട്ട റൈസാണ്. നിങ്ങൾക്ക് നവര റൈസോ അല്ലെങ്കിൽ കുത്തരിയൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് ഞാൻ കഴുകിയിട്ട് അത് ഒന്ന് അതിൻ്റെ വെള്ളം പോകാൻ വെച്ചേക്കാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് ഉലുവ, 1/4 കപ്പ് ജീരകം, നല്ല ജീരകം, അതായത് ചെറിയ ജീരകം, 1/4 കപ്പ് ആശാളി എന്ന് പറയും കേട്ടോ. ഇത് ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് നല്ല ഔഷധ ഗുണമുള്ള ഒന്നാണ്. അപ്പോൾ ഇതും 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് അജുവൈൻ അല്ലെങ്കിൽ അയമോദകം കേട്ടോ, അല്ലെങ്കിൽ ഓമോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 1/4 കപ്പ് നമ്മുടെ എള്ളെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കൂട്ടുകളും എന്തേ റെഡിയാണ്. ഒരു 10 ഏലക്ക കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആശാളി, അതേപോലെ തന്നെ ചെറിയ ജീരകം, ഉലുവ, പിന്നെ അജ്വൈൻ അല്ലെങ്കിൽ അയമോദകം, പിന്നെ കറുത്ത എള്ള, പിന്നെ നമ്മുടെ പനൻ ശർക്കര അല്ലെങ്കിൽ കരിപ്പൊട്ടിയില്ലേ, ഇത് കാച്ചി എടുത്തിട്ടുള്ളതാണ് കേട്ടോ, ഉരുക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഐറ്റംസ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആദ്യം ഒന്ന് വറുത്തതിന് ശേഷമാണ് നമ്മളിത് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ റൈസ് ഒന്ന് വറുത്തെടുക്കണം. നമ്മളിതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പിൻ്റെയോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള കേട്ടോ, ചൂട് കട്ടിയുള്ള പാത്രം, ഉരുളി പോലുള്ള പാത്രങ്ങൾ എന്തെങ്കിലും എടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് വറുത്തിട്ട് ഇത് കറക്റ്റ് റെഡിയായി വരുമ്പോൾ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും കേട്ടോ. അത് ഇതേപോലെ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കുറച്ച് സമയം എടുത്താണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റാം, പാത്രത്തിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇനി ഓരോ ഐറ്റംസും നമ്മൾ ഇതേപോലെ തന്നെ വറുത്തെടുക്കുക. ഇപ്പം ഞാൻ എൻ്റെ ഉലുവയാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഉലുവയൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം കേട്ടോ. നമ്മളിത് പൊടിച്ചിട്ട് കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ നന്നായി വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. ഒന്നുകിൽ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം. അങ്ങനെ സൗകര്യം ഇല്ലാത്തവരാണെങ്കിൽ നമ്മളിത് വറുത്തെടുക്കുന്നതുകൊണ്ട് പിന്നെ ഉണക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് വാർത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതും വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പം റൈസ് വറുത്തിട്ടുണ്ട്, ഉലുവയും വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ടാണ് ഇതിലേക്ക് വറുത്ത് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പരുവെന്ന് പറയുന്നത് നമ്മളിത് വറുത്ത് ഇതൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും തന്നെ ഇങ്ങനെ പൊട്ടുന്നൊരു സൗണ്ട് കേൾക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഒത്തിരിയായിട്ട് ഫ്ലെയിം ഒന്നും കൂട്ടി വെച്ച് കളയരുത് കേട്ടോ, എന്നാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു മീഡിയം ലെവലിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇതിങ്ങനെ വറുത്ത്, അതായത് റോസ്റ്റായി വരുന്ന ഒരു ടൈം നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഇപ്പം ഞാൻ എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എള്ളും ഇട്ടതിന് ശേഷം ഞാൻ അതും വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെറിയ ജീരകമാണ്. ഇത് ഞാനൊരു കോട്ടൻ്റെ ടവലിൽ ഇങ്ങനെ അതിൻ്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ, ജീരകമൊക്കെ വാഷ് ചെയ്തതിന് ശേഷം. അപ്പോൾ ജീരകവും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു ആശാളയാണ് കേട്ടോ. ഈ ആശാള നിങ്ങൾ എല്ലാ ഷോപ്പിലും സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് ചോദിച്ച് വാങ്ങിച്ചാൽ മതി. നല്ല ഔഷധ ഗുണമുള്ള ഒന്നാണ് കേട്ടോ. നമ്മൾ അജുവൈനൊക്കെ നമ്മൾ യൂസ് ചെയ്യില്ല, എള്ളൊക്കെ പോലെ ഒരു റെഡ് കളറിലാണ് കേട്ടോ ഇത് കാണുന്നത്. പിന്നെ നമ്മളിതിലിപ്പോൾ അജുവൈൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ ഈ ഒരു കർക്കിടക മരുന്ന് അല്ലെങ്കിൽ ഈ ഒരു മരുന്നുണ്ടെന്ന് പറയുന്നത് നമ്മൾ പ്രസവാനന്തര ശുശ്രൂഷയ്ക്കൊക്കെ നമ്മൾ കഴിക്കുന്ന ഒന്നാണ് കേട്ടോ. ഇത് പല രീതിയിൽ കഴിക്കുന്നുണ്ടാവും, പല റെസിപ്പി ആയിട്ടായിരിക്കും ഒരു പക്ഷേ കഴിക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ആദ്യം പറയാൻ വിട്ടു കേട്ടോ. അപ്പോൾ തേങ്ങയും കൂടി ഇതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പമൊന്ന് പോയി കിട്ടണമല്ലോ, കാരണം നമുക്ക് കുറച്ച് ദിവസത്തേക്ക് വെച്ചിരുന്ന് കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ അതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ അങ്ങനെ ബ്രൗൺ ആവുകയൊന്നും വേണ്ട കേട്ടോ. ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഈർപ്പം പോയി കിട്ടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നല്ല ഈസി ആയിട്ട് നമുക്കിങ്ങനെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം നമ്മുടെ ഈ ഐറ്റംസ് എല്ലാം തന്നെ നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം നല്ല പൊട്ടി നല്ല മൂത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ട് ഇതിൻ്റെ ചൂടൊന്ന് മാറി വരുമ്പോഴേക്കാണ് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി മിക്സിയുടെ ഒരു ജാർ എടുക്കുക. അത് നന്നായിട്ട് ഡ്രൈ ആയിരിക്കണം കേട്ടോ, നല്ല ഡ്രൈ ആയിരിക്കണം, കാരണം അല്ലെങ്കിൽ കേടാവും കേട്ടോ വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതൊരു 2-3 തവണയായിട്ട് ഞാൻ ചെറിയ ജാറിൽ വെച്ചിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഫൈൻ പൗഡറൊന്നും ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറിയൊരു തരി ഉള്ളതാണ്. എനിക്ക് പേഴ്സണലി അതാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഒരുപാട്
പൗഡർ ആക്കി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ അത്രയൊരു രസം ഉണ്ടാവില്ല. പക്ഷേ ചെറിയ ചെറിയ തരികൾ ഉണ്ടാവില്ലേ നമ്മുടെ റൈസിൻ്റെയും ഉലുവയുടെയും ഒക്കെ ചെറിയ തരി ഉണ്ടാവും, ഒരു റവയുടെ തരിയൊക്കെ ഉണ്ടാവില്ലേ, അതിനേക്കാളും കുറച്ചും കൂടി ആയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആക്കി എടുക്കുക. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ തേങ്ങ വറുത്തതാണ് കേട്ടോ. അതുകൂടി ജസ്റ്റ് ആ ഒരു ജാറിൽ വെച്ചിട്ട് തന്നെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു പൾസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, കാരണം ഇതെല്ലാം നന്നായിട്ട് റോസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ എല്ലാം കൂടി ചേർന്നിട്ട് നല്ലൊരു സ്മെല്ലാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ചുക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചുക്കിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് എന്തായാലും സ്കിപ്പ് ചെയ്യരുത്, നിങ്ങൾ വാങ്ങിച്ചിട്ടാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ചുക്ക് ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് എനിക്ക് പിന്നെ അത് ചേർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് നിർബന്ധമാണ് കേട്ടോ, അതൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു നമ്മൾ പനം ശർക്കര ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചെറിയ ചൂടോട് തന്നെ ആയിരിക്കണം നമ്മളത് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ, കാരണം നമുക്കിതിങ്ങനെ ഉരുളകളാക്കി എടുക്കണമെങ്കിൽ ചെറിയ ചൂട് വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കരിപ്പെട്ടി ഇഷ്ടമല്ലെങ്കിൽ ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പം ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മളിതൊന്ന് ഉരുളകളാക്കി എടുക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഉരുളാക്കിയാൽ മതി, പക്ഷേ ഇത് ഉരുളകളാക്കിയിട്ട് തന്നെയാണ് ഇത് കഴിക്കുമ്പോൾ ഒരു രസമുള്ളത് കേട്ടോ. കാരണം നമുക്ക് ഒരു അളവറിയാൻ പറ്റും, ദിവസം ഒരു ഉരുള കഴിക്കാം കേട്ടോ, ഒരു ഉണ്ട കഴിക്കാൻ പറ്റും. അപ്പം നമ്മുടെ കയ്യിലൊന്ന് ഓയിലോ നെയ്യോ തടവിയതിന് ശേഷം നമ്മൾ ലഡുവിനൊക്കെ നമ്മളിങ്ങനെ പിടിച്ചെടുക്കാറില്ലേ, അതേപോലെ, അല്ലെങ്കിൽ എള്ളുണ്ടയൊക്കെ ചെയ്യുന്ന പോലെയാണ്. നമ്മൾ എള്ളുണ്ടയെ കഴിക്കില്ല, അതേപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മളിതിൽ ഈ ചേർത്തിട്ടുള്ള സാധനങ്ങളുടെ എല്ലാം കൂടി ഒരു ടേസ്റ്റ് മിക്സായിട്ട് വരും. അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ പറയാമെന്ന് പറയുന്നത് ഏതൊരു ടേസ്റ്റിനോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം നമ്മൾ ഈ ഇടിമരുന്നൊക്കെ ഈ പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് നമ്മൾ കഴിക്കുന്ന ആ ഒരു മരുന്നുണ്ടല്ലോ, ആ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ്. ഇതിൽ ഭയങ്കര കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മളിതെല്ലാം ചേർത്തിട്ടുണ്ടെങ്കിലും എല്ലാത്തിനും ഒരു മിതമായിട്ടുള്ള ഇതാണ് കേട്ടോ. നമുക്കിതൊരു മരുന്നല്ലേ, അതുകൊണ്ട് തന്നെ കഴിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അങ്ങനെ ഭയങ്കര ചവർപ്പൊന്നും ഉണ്ടാവത്തില്ല നിങ്ങൾ, കാരണം ഒരു പീസ് മാത്രമല്ലേ നമ്മൾ കഴിക്കുന്നുള്ളൂ. പിന്നെ നിങ്ങൾ ഒത്തിരി ചെറിയ കുട്ടികൾക്കൊന്നും കൊടുക്കണ്ട കേട്ടോ, ഒരു 4-5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാം. പിന്നെ പ്രഗ്നൻറ്റ് ലേഡീസൊന്നും കഴിക്കണ്ട കേട്ടോ. അത് കാരണം നമ്മൾ ഇത്രയും ഈ ഒരു ഔഷധങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും നമുക്കത് കറക്റ്റായിട്ടൊരു അറിയാൻ പറ്റില്ലല്ലോ ഈ പ്രഗ്നൻറ്റ് ലേഡീസൊക്കെ ആണെങ്കിൽ. അപ്പോൾ അത് ഇതിൻ്റെയൊക്കെ അളവിൽ കുറേയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാകണ്ട. അപ്പോൾ പ്രഗ്നൻറ്റ് ലേഡീസിനും കഴിക്കേണ്ട ഈ വാദത്തിൻ്റെയൊക്കെ രോഗമുള്ളവർ തീർച്ചയായിട്ടും കഴിക്കണം കേട്ടോ. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വേദനകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പ്രത്യേകിച്ച് തണുപ്പ് സമയമല്ലേ, തണുപ്പ് സമയത്ത് കർക്കിടക മാസത്തിലാണ് ഏറ്റവും കൂടുതൽ വാദത്തിൻ്റെയും പിത്തം കഫമൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് എന്തായാലും ഇത് കഴിക്കുന്നതുകൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടെങ്കിലും ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാര്യം നമ്മളൊരു മരുന്ന് ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും കൊടുക്കുമ്പോഴേക്കും അതൊരു സന്തോഷം തന്നെയല്ലേ. മുതിർന്നവർക്കും നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും വീട്ടിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശുശ്രൂഷ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തന്നെയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പറയണം കേട്ടോ. പിന്നെ നമ്മളിത് വലിച്ച് നീട്ടിക്കൊണ്ട് പോയതായിട്ട് ആർക്കും ഫീൽ ചെയ്യരുത് കേട്ടോ. കാരണം ഇത് കംപ്ലീറ്റ് ഒരു മരുന്നൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചാൽ മാത്രമേ അത് ആവശ്യമുള്ളവർക്ക് അത് അതേപോലെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.